കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദിയാണ് എതിർക്കുന്നത്. അതും കണ്ണടച്ച് അതിൽ ആവേശം കൂടിപ്പോയി. അങ്ങനെ മാധ്യമങ്ങൾ വാർത്ത എഴുതിയപ്പോൾ പിഴവോട് പിഴവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പിടിക്കുകയും ചെയ്തു. ചെവിക്ക് പിടിക്കാനൊന്നും നിന്നില്ല. ആവേശക്കാരോട് അങ്ങ് പറഞ്ഞു, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനി എന്നുള്ള മട്ടിൽ. വോട്ടർ പട്ടികയുടെ അതിതീവ്ര സുരക്ഷാ പരിശോധനയായ SIR രാജ്യവ്യാപകമായി നടപ്പാക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. സമ്പൂർണ്ണ സുതാര്യ ജനാധിപത്യ സംവിധാനം 100% കുറ്റമറ്റമാക്കുക എന്നുള്ള ജനകീയ താൽപ്പര്യം മുൻനിർത്തിയാണ് ഇത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്വപ്നം കണ്ട് ഞെട്ടി നടത്തുന്ന ചില ആരോപണങ്ങളും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും കണ്ട് ആവേശം കൊണ്ട് മോദിയെ ഭരണത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ സുവർണാവസരം എന്ന് കൊതിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും SIRനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളിലെ വാർത്തകൾ, പ്രത്യേകിച്ച് മീഡിയ 1 TV ചാനലിൻ്റെ വാർത്ത തിരുത്തി പ്രസ്താവന ഇറക്കേണ്ട ഗതികേടിലെത്തി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രക്കുറിപ്പിൽ പറയുന്നതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. നവംബർ 4 സംപ്രേഷണം ചെയ്ത വാർത്തയിൽ പിഴവുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനപ്രകാരം രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് ഇവിടെയും ഇരട്ട വോട്ട് കണ്ടെത്താനുള്ള സംവിധാനമില്ല എന്നുള്ള വാദത്തിൽ കഴമ്പില്ല എന്ന് അറിയിക്കുന്നു. കരട് വോട്ടർ പട്ടിക തയ്യാറായാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യ കൊണ്ട് കണ്ടെത്താനാകും. നിലവിൽ മറ്റ് സാങ്കേതിക സംവിധാനം വഴി ഇത് നിലവിലുണ്ട്. രണ്ടിടത്ത് വോട്ട് ചേർക്കുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. പൂരിപ്പിക്കുന്ന ഫോമിൽ മറ്റൊരിടത്തും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. പരിശോധനയിൽ ഇരട്ട വോട്ട് കണ്ടാൽ കർശന നടപടിയുണ്ടാകും. ഡിസംബർ 9 കരട് പട്ടിക വരുമ്പോൾ ആക്ഷേപങ്ങളും അവകാശങ്ങളും സമർപ്പിക്കാൻ സംവിധാനമുണ്ട്. കമ്മീഷൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. മീഡിയ 1 നൽകുന്ന ഈ മറുപടി SIRനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി കൂടി തന്നെയാണ്. എന്നാൽ മീഡിയ 1 ചാനൽ അവരുടെ വാർത്ത കണ്ണടച്ച് നടത്തിയ വിമർശനത്തിലെ വലിയ പിഴവ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. മേൽവാർത്തയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ ലോഗോയാണ്. SIR നടത്തിപ്പ് ചുമതല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കീഴിലാണ്. രണ്ടും രണ്ട് ഭരണ സംവിധാനങ്ങളാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ ലോഗോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള വിവരവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മീഡിയ 1ൻ്റെ പ്രചാരണം SIRനെ എതിർക്കുകയും നടക്കുന്ന തീവ്രയത്ന പരിപാടിയെ തടസ്സപ്പെടുത്തുകയും ജെൻസ് മോഡൽ എതിർപ്പ് രാജ്യത്തുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീഡിയ 1ൻ്റെ എല്ലാ വ്യാജ പ്രചാരണങ്ങളെയും അതിൻ്റെ കൃത്യതയില്ലായ്മയും പത്രക്കുറിപ്പിലൂടെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. വാർത്തകളുടെ നിലവാരവും പ്രചാരവും വിലയിരുത്തുന്ന രാജ്യത്തെ നിയമപ്രകാരമുള്ള ടെലിവിഷൻ റേറ്റിംഗ് സംവിധാനം ബഹിഷ്കരിച്ച TV ചാനലിന് വാർത്തയിലെ വ്യാജം കണ്ടെത്തിയ ഈ സംഭവം കനത്ത പ്രഹരം തന്നെയാണ്.